മൂന്നാറിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് നിർത്തിവച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. ഇനി ആർക്കും കയ്യേറാൻ തോന്നാത്ത വിധമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം എം മണിയുടെ രാജി ആവശ്യത്തിലൂടെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട്. മൂന്നാറിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് നിർത്തിവച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ഇനി ആർക്കും കയ്യേറാൻ തോന്നാത്ത തരത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും അടിയന്തര പ്രമേയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയില്ല. അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് ഒരു തരത്തിലും തടയപ്പെട്ടിട്ടില്ല. ആ അനധികൃത കയ്യേറ്റം കൂടുതൽ ഫലപ്രദമായി ഇനി ആർക്കും അവിടെ കയ്യേറാൻ തോന്നാത്ത രീതിയിലുള്ള ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് ഈ സർക്കാർ നീങ്ങുക തന്നെ ചെയ്യും. 17/4 നടന്ന കയ്യേറ്റം ഒഴിപ്പിക്കൽ ശരിയായ നടപടിയാണ്. എന്നാൽ പോലീസിനെ അറിയിക്കാതെയാണ് ദേവികുളം സബ് കളക്ടറും ഭൂസംരക്ഷണ സേനയും പോയതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സമവായത്തിലൂടെയും ജനങ്ങളുടെ പിന്തുണയോടെയും കയ്യേറ്റം ഒഴിപ്പിക്കാനാണ് സർക്കാർ ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചു. അതേസമയം മന്ത്രി എം മണിയെ മുഖ്യമന്ത്രി പിന്തുണച്ചതിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. സ്ത്രീകളെ അധിക്ഷേപിച്ച മണി രാജിവെക്കുകയോ മുഖ്യമന്ത്രി പുറത്താക്കുകയോ ചെയ്യണമെന്ന് പ്രതിപക്ഷത്തിൽ ആവശ്യപ്പെട്ടു. സ്ത്രീകളെ അപമാനിച്ചിരിക്കുന്നു. ഈ കാര്യം മുഖ്യമന്ത്രിക്ക് ബോധ്യമായിട്ടില്ല. ഈ മന്ത്രിയെ പുറത്താക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് സർ. സ്പീക്കറുടെ മുഖം മറച്ച് കറുത്ത ബാനർ കൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ സ്പീക്കർ വിമർശിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് 45 മിനിറ്റ് നിർത്തിവെച്ച സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് അയവുണ്ടായില്ല. തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രനൊപ്പം എസ് ഷീജ. പൊമ്പിളയൊരുമയെ താൻ അധിക്ഷേപിച്ചിട്ടില്ല എന്ന മന്ത്രി എം മണി. ചില മാധ്യമപ്രവർത്തകർക്ക് തന്നോട് വിരോധമുണ്ട്. തന്റേത് പണ്ഡിതോചിതമായ ഭാഷയല്ലെന്നും മനസ്സിന്റെ ഭാഷയിലാണ് സംസാരിക്കാറെന്നും മണി നിയമസഭയിൽ വിശദീകരിച്ചു. മണിയുടെ പ്രസംഗത്തെ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും പർവ്വതീകരിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരനാണ് ഞാൻ. ആ നാടിന്റെയും പാവപ്പെട്ട നാട്ടുകാരുടെയും ഭാഷയാണ് എന്റേതെന്നും മന്ത്രി എം മണി നിയമസഭയിൽ വിശദീകരിച്ചു. നാടിലെ പാവപ്പെട്ട നാട്ടുകാരുടെയും ഭാഷയാണ്. പണ്ഡിതോചിതമായ ഭാഷയൊന്നും അറിയില്ല. അത് ആ നാടിന്റെ ഭാഷയിൽ നന്മയുണ്ട്, ശുദ്ധിയുണ്ട്, മനുഷ്യസ്നേഹമുണ്ട്. അതിനെതിരായ ഒന്നും അതിനുണ്ടാവില്ല. അതിനെ തെറ്റിദ്ധരിക്കുവാൻ ശ്രമിക്കരുത്. തന്റെ പ്രസംഗത്തിൽ ഒരിടത്തും സ്ത്രീ എന്ന വാക്കോ ഏതെങ്കിലും സ്ത്രീയുടെ പേരോ പരാമർശിച്ചിട്ടില്ല. പെമ്പിളയൊരുമയെയും താൻ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് മണി വ്യക്തമാക്കി. വിവാദത്തിന് അടിസ്ഥാനമാക്കിയ പ്രസംഗത്തിൽ ഒരിടത്തും സ്ത്രീ എന്ന വാക്കോ ഏതെങ്കിലും സ്ത്രീയുടെ പേരോ പരാമർശിച്ചിട്ടില്ല. ആക്ഷേപിച്ചു എന്ന് പറയുന്നവരെ ആക്ഷേപിച്ചിട്ടില്ല. ചില മാധ്യമപ്രവർത്തകർക്ക് എന്നോട് വിരോധമുണ്ട്. ഉദ്യോഗസ്ഥരോടും കയ്യേറ്റക്കാരോടും ചില മാധ്യമപ്രവർത്തകർക്കുള്ള ബന്ധത്തെ താൻ വിമർശിച്ചതാണ് വിരോധത്തിന് കാരണം. പെമ്പിളയൊരുമയെ സമരത്തിലാണെന്ന് പറയുന്നത് ശരിയല്ല. ബിന്ദു കൃഷ്ണയും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെ 6 പേരാണ് അവിടെയുള്ളതെന്നും മന്ത്രി എം മണി പറഞ്ഞു. എന്റെ നാട്ടിലും വീട്ടിലുമൊക്കെ സ്ത്രീകളുണ്ടെന്നും അതുകൊണ്ട് സ്ത്രീ സമൂഹത്തോടുള്ള ആദരവ് ആവർത്തിക്കുന്നതായും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. എം മണിയുടെ പ്രസംഗം ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും സന്ദർഭത്തെ പർവ്വതീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും കുറ്റപ്പെടുത്തി. ബഹുമാനായ എം മണി അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് അറിവുള്ള വ്യക്തിയാണ്. ആ നാടിൻ്റെ ശൈലി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കടന്നു വരാറുണ്ട്. അത്തരം ചില സന്ദർഭങ്ങളെ പർവ്വതീകരിച്ച് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മണിയാശാന് മലയോരത്തിന്റെ പിന്തുണയുമായി മൂന്നാറിൽ ബഹുജന മാർച്ച് നടന്നു. ആയിരങ്ങൾ പങ്കെടുത്ത ബഹുജന മാർച്ച് തോട്ടം മേഖലയുടെ സംഘടിത ശക്തി വിളിച്ചറിയിക്കുന്നതായിരുന്നു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മതനിരപേക്ഷ നിലപാടാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷത്തിന് മുസ്ലിം വിഭാഗത്തിന്റെ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടുകൾ ലഭിച്ചുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് RSS ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആയുധ പരിശീലനവും മാസ് ഡ്രില്ലും തടയുന്നതിന്
നിലവിലുള്ള നിയമവ്യവസ്ഥിതി അനുസരിച്ച് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 2011 പോലീസ് ആക്ടിൽ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതോടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടിയായി പറഞ്ഞു. കേരള പോലീസ് നിയമത്തിൽ കായിക പരിശീലനത്തിനും മാസ് ഡ്രില്ലിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ അനുസരിച്ച് കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നു. 2011 സംസ്ഥാന പോലീസ് ആക്ടിൽ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതോടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള RSSന്റെ ആയുധ പരിശീലനത്തിന് നടപടി സ്വീകരിക്കാനാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. RSSന്റെ കൊലപാതക രാഷ്ട്രീയത്തിൽ കുട്ടികൾ പോലും പങ്കാളികളാകുന്നു. ഇത്തരം സംഭവങ്ങളെ സർക്കാർ ഗൗരവമായി തന്നെയാണ് കാണുന്നതെന്നും വ്യക്തികളുടെ സ്ഥലം കയ്യേറി RSS ശാഖകൾ നടത്തുന്ന വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വിവിധ ചോദ്യങ്ങൾക്ക് മറുപടിയായി സഭയിൽ വ്യക്തമാക്കി. കേരള പോലീസ് ആക്ട് 2011 പ്രാബല്യത്തിൽ വന്നിട്ടും ഇതുവരെ ഈ നിയമത്തിന് ആവശ്യമായ ചട്ടങ്ങൾ രൂപീകരിച്ച് ഉത്തരവായിട്ടില്ല. അത് കാരണം ഇത്തരം പരിശീലനങ്ങൾ നടത്തുന്നതിനെതിരെ പോലീസ് ആക്ടിൽ ശിക്ഷ പറയുന്നില്ല. ഇപ്പോൾ ആക്ടിലെ സെക്ഷൻ 121 പ്രകാരമുള്ള ശിക്ഷയാണ് നടപ്പിലാക്കുന്നത്. ആവശ്യമായ ചട്ടങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു അവസ്ഥ പരിഗണിച്ച് വേഗം തന്നെ പുറപ്പെടുവിക്കുന്നതിന് ഉതകുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ്. സംസ്ഥാന പോലീസ് സേനയുടെ പരിശീലനത്തിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ധനസഹായം ആവശ്യപ്പെടും. കൂടാതെ കീടനാശിനി കമ്പനികളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനായി നടപടിയെടുക്കുമെന്നും ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മതനിരപേക്ഷതയാണ്. BJP പിന്നോട്ടുപോയി. കോൺഗ്രസിന് പ്രതീക്ഷിച്ച അത്രയും വോട്ട് ലഭിച്ചില്ല. മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ LDFന് ലഭിച്ചുവെന്നും മുഖ്യമന്ത്രി സഭയിൽ പരാമർശിച്ചു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ ചൂടിനിടയിലും നാക്കുപിഴകളാൽ നർമ്മരസ സമ്പന്നമായിരുന്നു ഇന്നത്തെ നിയമസഭാ സമ്മേളനം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KM മാണിക്കും നാക്കുപിടിച്ചത് സഭയിൽ ചിരി പടർത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് പറ്റിയ പിഴവും കൗതുകമായി. മന്ത്രി MM മണിയുടെ വിവാദ പ്രസംഗത്തിനെതിരെ നിയമസഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിന് നാക്കുപിഴയുടെ ദിവസമായിരുന്നു ഇന്ന്. നാക്കുളുക്കലിന് പ്രശസ്തനായ തിരുവഞ്ചൂർ തന്നെയായിരുന്നു ഇന്നത്തെ താരം. മണിയുടെ വിവാദ പ്രസംഗം സഭയിൽ വായിച്ച തിരുവഞ്ചൂർ ആദ്യം ഒരക്ഷരം തെറ്റിച്ചു. കൂടി ഉണ്ടായിരുന്നു, ഞങ്ങൾക്കറിയാം. പെമ്പിളയൊരുമയെന്ന് പറഞ്ഞപ്പോൾ നാക്കുളുക്കിയത് പലതവണ. അവരെ കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശനം ശരിയാകില്ല എന്ന് ഒടുവിൽ ഇറങ്ങിപ്പോക്ക് പ്രസംഗത്തിനിടെ KM മാണിക്കുണ്ടായ നാക്കുപിഴയാണ് അല്പം കടന്നുപോയത്. ഈ രാജിവെക്കാത്ത മണിയുടെ നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും രാജിവെക്കും. രാജിവെച്ചോ? കൂട്ടച്ചിരിക്കിടെ രാജിയില്ലെന്ന് തിരുത്തി മാണി സഭ വിട്ടു. ഞാനും എന്റെ പാർട്ടിയും രാജിവെക്കുന്നില്ല. അതിനിടെ മൂന്നാറിലെ കയ്യേറ്റത്തെക്കുറിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും പിശകുപറ്റി. സർ, ചപ്പാത്തിച്ചോലയിൽ വർഷങ്ങൾക്ക് മുൻപ് പാപ്പാത്തി തന്നെ നടുത്തളത്തിലെ പ്രതിഷേധ ചൂടിനിടയിലും സഭയിൽ ചിരിപടർത്തുന്നതായിരുന്നു അംഗങ്ങൾക്ക് പറ്റിയ നാക്കുപിഴകൾ. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. മന്ത്രി MM മണിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് തടഞ്ഞു. ബാരിക്കേഡ് തകർത്ത് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി G ലീനയടക്കം 3 പേർക്ക് പരിക്കേറ്റു. മന്ത്രി MM മണിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഹർജി. സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയുള്ള ഭാഷയും ആംഗ്യവും കാണിച്ചതിന് കേസെടുക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും DGPയോട് റിപ്പോർട്ട് തേടണമെന്നുമാണ് ഹർജിയിലെ മറ്റാവശ്യങ്ങൾ. പൊതുപ്രവർത്തകൻ ജോർജ് വട്ടുകുളമാണ് പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും. മന്ത്രി MM മണി രാജിവെക്കണമെന്ന് UDF നേതൃയോഗം ആവശ്യപ്പെട്ടു. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഒരു മന്ത്രിയെയും ഇതുവരെ ഒരു മുഖ്യമന്ത്രിയും സംരക്ഷിച്ചിട്ടില്ല. മന്ത്രി രാജിവെക്കാത്ത പശ്ചാത്തലത്തിൽ UDF ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും UDF യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു.
സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ ഒരു മന്ത്രിയെ ഒരു പാർട്ടിയും ഒരു മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മന്ത്രി പറഞ്ഞു, ഞാൻ പാർട്ടി പറഞ്ഞാൽ രാജിവെക്കുമെന്ന്. കേരളം പാർട്ടിയുടെ ഈ തീരുമാനത്തിന് കാതോർത്തിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയായി ടി പി സെൻകുമാറിനെ തിരികെ നിയമിക്കണം എന്ന സുപ്രീം കോടതി വിധിക്കെതിരെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ. കോടതി വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും എന്നും ഭരണനിർവഹണ പ്രക്രിയയിൽ കോടതി അമിത ഇടപെടൽ നടത്തുന്നത് ശരിയല്ല എന്നും രാംകുമാർ പറഞ്ഞു. സർക്കാരിന് വിശ്വാസമില്ലാത്ത ഒരാളെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള DGP-ആയി നിയമിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ശരിയായ നടപടിയല്ലെന്നാണ് മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാറിന്റെ നിരീക്ഷണം. ഭരണനിർവഹണത്തിൽ കടന്നുകയറാനുള്ള ഇത്തരം ഉത്തരവുകൾ ജനാധിപത്യ രീതിയല്ല. നിർവഹണ വിഭാഗത്തിന്റെ അധികാരപരിധിയിലേക്ക് ഒരു കടന്നുകയറ്റമാണ്, ഒരു അതിക്രമമാണ്, അത് സ്വന്തമാക്കാനുള്ള ഒരു പരിശ്രമമാണ്. ഇത് അനുവദിച്ചു കൊടുത്താൽ സെൻകുമാർ വിധി എന്തെങ്കിലും ആട്ടെ, ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാകും. ആ ഫലങ്ങളെപ്പറ്റി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും ഭരണ പ്രതിപക്ഷ കക്ഷികളും ഒരുപോലെ ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കണം. ഈ വിധിയിൽ അടങ്ങിയിരിക്കുന്ന ദൂരവ്യാപകമായ കാര്യം നിയമവിരുദ്ധമല്ലെങ്കിലും ഞങ്ങൾക്ക് ഇടപെടാം എന്നുള്ള തത്വമാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നിയമപരമായി തെറ്റില്ലെങ്കിലും ഇത്തരം പ്രവണതകൾ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും. ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഇത് ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ട ഗൗരവപ്പെട്ട കാര്യമാണെന്നും രാംകുമാർ ഓർമ്മിപ്പിച്ചു. KT സാലിഹ്, മലപ്പുറം. മംഗളം ഹണി ട്രാപ്പ് കേസിൽ ചാനൽ പ്രവർത്തകർക്ക് ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. CEO R അജിത് കുമാർ, റിപ്പോർട്ടർ K ജയചന്ദ്രൻ എന്നിവർക്കാണ് ജസ്റ്റിസ് എബ്രഹാം മാത്യു ജാമ്യം അനുവദിച്ചത്. ചാനലിൽ ഓഫീസിൽ പ്രവേശിക്കരുത്, പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം എന്നിവയാണ് ഉപാധികൾ. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി പറഞ്ഞു. ലാപ്ടോപ്പും പെൻഡ്രൈവും കൈമാറാത്ത പ്രതികളുടെ നിലപാടിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. കേസിലെ മറ്റു പ്രതികൾക്ക് ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി MLA സ്ഥാനം രാജിവെച്ചു. നിയമസഭാ മന്ദിരത്തിലെ സ്പീക്കറുടെ ചേംബറിലെത്തിയാണ് രാജി സമർപ്പിച്ചത്. മലപ്പുറത്ത് നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്നാണ് MLA സ്ഥാനം രാജിവെച്ചത്. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച തിരുത്തൽ ഹർജി പരിഗണിക്കാൻ 6-അംഗ ബെഞ്ചിന് സുപ്രീംകോടതി രൂപം നൽകി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 ജസ്റ്റിസുമാരുടെ ചേംബറിൽ ഹർജി പരിഗണിക്കും. ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയ വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരുത്തൽ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഗോവിന്ദചാമിയുടെ വധശിക്ഷ പുനഃസ്ഥാപിക്കാനുള്ള അവസാന ശ്രമമാണ് തിരുത്തൽ ഹർജി. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച തിരുത്തൽ ഹർജി പരിഗണിക്കാൻ 6-അംഗ വിശാല ബെഞ്ചിന് സുപ്രീം കോടതി രൂപം നൽകി. നേരത്തെ കേസിൽ വിശദമായ വാദം കേട്ട് വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസുമാരായ രഞ്ജൻ ഗൊഗോയി, പ്രഫുല്ല സി പാന്ത്, UU ലളിത് എന്നിവർക്ക് പുറമെ ചീഫ് ജസ്റ്റിസ് JS കെഹാർ, ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, J ചെലമേശ്വർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് 6-അംഗ ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നത്. തുറന്ന കോടതിയിലല്ല തിരുത്തൽ ഹർജി പരിഗണിക്കുക. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 ജസ്റ്റിസുമാരുടെ ചേംബറിൽ ഹർജി പരിശോധിക്കും. രാജ്യത്തെ ക്രിമിനൽ കേസുകളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുന്നതാണ് സെപ്റ്റംബർ 15 സൗമ്യ കേസ് വിധിയെന്ന് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. കുറ്റവാളികൾക്ക് തെറ്റായ സന്ദേശം നൽകും. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നു. നേരത്തെ സർക്കാരും സൗമ്യയുടെ അമ്മയും നൽകിയ പുനഃപരിശോധന ഹർജി അസാധാരണ ഉത്തരവിലൂടെ തുറന്ന കോടതിയിൽ സുപ്രീം കോടതി വാദം കേട്ടിരുന്നു. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവും കോടതിയിൽ വാദം നടത്തിയെങ്കിലും ഗോവിന്ദചാമിയുടെ വധശിക്ഷ പുനഃസ്ഥാപിച്ചില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടിയുമായി ജില്ലാ ഭരണകൂടം. ടാങ്കർ ലോറികളിൽ എത്തിക്കുന്ന വെള്ളം സംഭരിക്കാൻ ടാങ്കുകൾ നൽകുന്ന നടപടികൾക്കാണ് തുടക്കമായത്. എറണാകുളം ജില്ലയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലകളിൽ അടിയന്തരമായി വെള്ളമെത്തിക്കാൻ 400 ടാങ്കുകളാണ് വിതരണം ചെയ്യുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി 100 ടാങ്കുകളുടെ വിതരണം പൂർത്തിയാക്കി. സംഭരണികളിലേക്ക് ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന വെള്ളം പൊതുജനങ്ങൾക്ക് ആശ്വാസമേകും. ഞങ്ങൾക്ക് ഉപകാരത്തിൽപ്പെടുന്ന ഇതിലാണ് സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം ശേഖരിച്ചു വെക്കാനായിട്ട് ഇത് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ടാങ്ക് ഞങ്ങൾക്ക് വാട്ടർ ടാങ്ക് തന്നാരണം പഞ്ചായത്തിൻ്റെ വെള്ളം പിടിക്കാനും ഭയങ്കര നല്ലൊരു സഹായമായി. ജില്ലാ ഭരണകൂടത്തിനൊപ്പം വിവിധ ഗ്രാമപഞ്ചായത്തുകളും വരൾച്ചയെ നേരിടാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൂട്ടുവള്ളി പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ആദർശ്, കൂട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിനകത്ത് 150-ലേറെ വീടുകൾക്കകത്തേക്ക് ഇപ്പോൾ വാട്ടർ ടാങ്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ജനങ്ങൾ വിലയിരുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. വിതരണം ചെയ്യുന്ന വെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്താൻ വെള്ളം ശേഖരിക്കുന്ന ടാങ്കറുകളെ GPS ട്രാക്കിംഗ് സംവിധാനം വഴി ജില്ലാ ഭരണകൂടം നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
കേന്ദ്ര സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതോടെ വയനാട്ടിലെ വനാന്തര ഗ്രാമങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രതിസന്ധിയിലായി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനപ്രകാരം 60% തുക മാത്രമാണ് കേന്ദ്രം അനുവദിക്കുക. ഫാത്തിമ ഗോൾഡ് മെഗാ ഫിയസ്റ്റയുടെ ഭാഗമായി മട്ടന്നൂർ ഫാത്തിമ ഗോൾഡിലെ നറുക്കെടുപ്പിൽ സമ്മാനാർഹരായവർക്കുള്ള റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ എന്നിവ വിതരണം ചെയ്തു. ഫാത്തിമ ഗ്രൂപ്പ് MD റാഫി എളമ്പാറ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KP സുബീറ, PP വിജയൻ എന്നിവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. ഫാത്തിമ ഗോൾഡ് ഡയറക്ടർമാരായ C മൻസീർ, അബ്ദുള്ള ബാജി ബ്ലാത്തൂർ, നബീൽ, മുനിസിപ്പൽ കൗൺസിലർ PP ജലീൽ, AV മുസ്തഫ ഹാജി, PP മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. പ്രാദേശിക ചാനൽ രംഗത്ത് 1.5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയമുള്ള കേരള വിഷൻ നേതൃത്വം നൽകുന്ന കേരള വിഷൻ ചാനൽ ഉപഗ്രഹ ചാനൽ സംപ്രേഷണ രംഗത്തേക്ക് പ്രവേശിക്കുന്നു. ഈ വർഷം അവസാനത്തോടെ ഉപഗ്രഹ ചാനൽ സംപ്രേഷണവും നടത്താനാവും. കേരള വിഷൻ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് KCBLന്റെ പ്രഥമ സംരംഭക കൺവെൻഷൻ ഈ മാസം 26-ന് തൃശൂരിൽ നടക്കുമെന്ന് KCBL മാനേജിംഗ് ഡയറക്ടർ രാജ്മോഹൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 26-ന് രാവിലെ 10-ന് തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന ചടങ്ങ് സംവിധായകൻ ഷാജി N കരുൺ ഉദ്ഘാടനം ചെയ്യും. നവജീവൻ കലാവേദി അണിയിച്ചൊരുക്കിയ ഭാർഗവി നിലയം അരനൂറ്റാണ്ടിനിപ്പുറം എന്ന നാടകം തലസ്ഥാനത്തെ കലാ ആസ്വാദകരിൽ കാഴ്ചയുടെ വേറിട്ട അനുഭവമായി. നവജീവൻ കലാവേദി സാംസ്കാരിക സന്ധ്യയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിലാണ് ഭാർഗവി നിലയം അരങ്ങ് തകർത്തത്. തിരുവനന്തപുരം നവജീവൻ കലാവേദിയുടെ സാംസ്കാരിക സന്ധ്യയ്ക്ക് നടനും സംവിധായകനുമായ പത്മശ്രീ ബാലചന്ദ്ര മേനോൻ തിരിതെളിച്ചു. മലയാളത്തിന്റെ പ്രിയ നടൻ മധുവിനെ ആദരിച്ച ചടങ്ങിന് ശേഷമാണ് ഭാർഗവി നിലയം അരനൂറ്റാണ്ടിനിപ്പുറം എന്ന നാടകം അരങ്ങിലെത്തിയത്. പുതിയ തലമുറയിലൂടെ കഥ പറഞ്ഞ് ഭാർഗവി നിലയത്തിന്റെ സൗന്ദര്യം കാണികളിൽ എത്തിക്കുകയായിരുന്നു സംവിധായകൻ അജയ് ശ്രീറാം. മാധ്യമപ്രവർത്തകനായ രാജീവ് ഗോപാലകൃഷ്ണന്റെ രചനയിൽ സാധാരണ പ്രൊഫഷണൽ നാടകത്തിന്റെ ചിന്തയിലും കാഴ്ചയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഭാർഗവി നിലയം മുന്നോട്ടു പോവുകയായിരുന്നു. നിറഞ്ഞ സദസ്സായിരുന്നു നാടക ആസ്വാദനത്തിനുണ്ടായിരുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അപ്പൊ ഈ മുറിയിൽ പുതുതായി താമസിക്കാൻ വന്നത് ഭവതിയാണല്ലേ? ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി സ്വന്തം പേരിലാക്കാൻ ശ്രമിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മാമൻ കൊണ്ടൂർ. ജില്ലാ പഞ്ചായത്ത് ജില്ലാ ആശുപത്രിക്ക് നൽകിയ ആംബുലൻസിലാണ് ജോർജ് മാമൻ താൻ നിർദ്ദേശിച്ച പ്രകാരമാണ് ആംബുലൻസ് നൽകുന്നത് എന്ന് എഴുതിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി താൻ നിർദ്ദേശിച്ചതാണെന്നാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മാമൻ കൊണ്ടൂർ എഴുതി വച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പത്തനംതിട്ട ജില്ലാ ആശുപത്രിക്ക് നൽകുന്ന ആംബുലൻസിലാണ് വൈസ് പ്രസിഡന്റ് സ്വന്തം പേരെഴുതി വെച്ചതും. സാധാരണ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കൊന്നും പദ്ധതി നിർദ്ദേശിക്കുന്ന ആളുടെ പേര് എഴുതി വെക്കാറില്ല. പകരം ജില്ലാ പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും വാങ്ങിയത് എന്നൊക്കെയാണ് എഴുതുക. ഇനി ജോർജ് മാമൻ കൊണ്ടൂർ എന്നല്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പദ്ധതി നിർദ്ദേശിച്ചാലും ജില്ലാ പഞ്ചായത്ത് വക എന്നാണ് എഴുതാറ്. ഇവിടെയാണ് സ്വയം പ്രശസ്തി ആഗ്രഹിച്ച താനാണ് പദ്ധതി നിർദ്ദേശിച്ചത് എന്ന് ആംബുലൻസിൽ എഴുതിവെച്ച വൈസ് പ്രസിഡന്റ് സ്വയം ഇലിഭ്യനായത്. ആംബുലൻസിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ പല കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും തന്നെ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു ഇയാൾ എന്തൊരു പ്രാഞ്ചിയേട്ടനാണെന്ന്. ബിജേഷ് നടുവിൽ, പത്തനംതിട്ട.